ക്ലാസ് ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ റെക്കോർഡ് കിട്ടുമോ സാറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ മാത്രം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് എന്താണ്? ഹൗ ടു മേക്ക് എഫക്റ്റീവ് നോട്ട്സ് അല്ലേ. നമ്മൾ എങ്ങനെയാണ് നമ്മളെല്ലാവരും HSA ഇംഗ്ലീഷ് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു എഫക്റ്റീവ് നോട്ട്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഞാൻ എൻ്റെ ബാച്ചിലെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാമെന്ന് വിചാരിച്ച ക്ലാസ് ആയിരുന്നു. പക്ഷേ എന്തായാലും അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് നിൽക്കുകയാണ് ഞാനിത് എല്ലാ ഗ്രൂപ്പുകളും ഈ പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോട്ട്സ് ഉണ്ടാക്കുക? എല്ലാവർക്കും എല്ലാവർക്കും ഒരു 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 കൺഫ്യൂഷനുള്ള വിഷയമാണ് എങ്ങനെയാണ് നല്ല നോട്ട്സ് ഉണ്ടാക്കുക. എന്നോട് പല കുട്ടികളും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സാധനം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയ നോട്ട്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്താലോ, ഞാൻ ഫസ്റ്റ് മുതൽ ഞാൻ പറയാം. നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ടെക്സ്റ്റ് വായിക്കാനെടുത്തു. എക്സാമ്പിൾ നിങ്ങൾ എടുക്കുന്ന ടെക്സ്റ്റ് നമ്മുടെ ഡോൾസ് ഹൗസാണ് എടുക്കുന്ന ടെക്സ്റ്റ് വിചാരിക്കുക. ആ ഡോൾസ് ഹൗസ് എടുത്തു കഴിഞ്ഞാൽ അതിനിപ്പോൾ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യണം. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 2 നോട്ട് പാഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ നോട്ട്ബുക്ക് പോലെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ എപ്പോഴും കയ്യിൽ കരുതണം. ഓക്കെ, എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ നോട്ട് പാഡ് ആവണേ, വലിയ വലിപ്പമുള്ള നോട്ട് പാഡ് വാങ്ങിക്കരുത്. ചെറിയൊരു ടൈപ്പ് നോട്ട് പാഡ് നിങ്ങൾ എപ്പോഴും വാങ്ങി വെക്കുക. അതിപ്പോഴേ ശീലിച്ചു പോകാൻ സംഭവം. എന്നിട്ട് എന്ത് ചെയ്യുക, ആ 2 നോട്ട് പാഡ് 2 യൂസാണ്. ഒരു നോട്ട് പാഡിന് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു റൈറ്റ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് അബൌട്ട് ദി ഓതർ. അതായത് ഓതറിനെ കുറിച്ചിട്ട് എഴുതാനാണ് നമ്മൾ ആദ്യത്തെ നോട്ട് പാഡ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നോട്ട് പാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നോട്ട്ബുക്ക് അല്ല ടൈം ഉദ്ദേശിച്ചത്, ചെറിയ ബുക്കുകൾ. അത് നമുക്ക് ബുക്ക് സ്റ്റാളിൽ പോയാൽ വാങ്ങിക്കാൻ കിട്ടും. ചെറിയ ബുക്കുകൾ, അതായത് ഒരു A4ൻ്റെ ഒരു ഷീറ്റ് നമ്മൾ 4 മടക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വലിപ്പം ഉണ്ടല്ലോ, ആ വലിപ്പത്തിലുള്ള നോട്ട് നമുക്ക് ഒരുപാട് വാങ്ങിക്കാൻ കിട്ടും ബുക്ക് സ്റ്റാളുകളൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ ഒരു നോട്ട് വാങ്ങിക്കുക. ഞാനൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു നോട്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 10-30 രൂപയോ 25-30 രൂപേന് വില വരും തോന്നുന്നു. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എല്ലായിടത്തും നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ചെറിയ ബുക്കല്ല, വലിയ ഓവർ വലിപ്പമുള്ള നോട്ട്ബുക്കോ കാര്യങ്ങളൊന്നുമല്ല. എന്നിട്ട് എന്ത് ചെയ്യുക, ആ നോട്ട്ബുക്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഒരാളെ ഒരു ഇത് എഴുതാം. എന്ത് ഓതറെ പേര് എഴുതാം. എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും വിചാരിക്കണം ഇപ്പോൾ സമയം ടൈം 8 o'clock ആയില്ലേ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ വാങ്ങിക്കേണ്ട ബുക്കുകൾ എത്ര എണ്ണമാണ്? 2 ബുക്ക് വാങ്ങിക്കരുത്, എപ്പോഴും നോട്ട് പാഡ് വാങ്ങിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് റൈറ്ററെ പേര് എഴുതുക, അല്ലെങ്കിൽ ഓതറെ പേര്, ഒരു പോയിറ്റിൻ്റെ പേര് എഴുതുക. എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഡോൾസ് ഹൗസ് ഹെൻറി കിബ്സിൻ്റെ പേര് എഴുതുക. ഹെൻറി കിബ്സിനെ ഫസ്റ്റ് എഴുതുന്ന സംഭവം എന്താ വെച്ചാൽ ഇയർ ഓഫ് ബർത്തും ഇയർ ഓഫ് ഡെത്തും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജനിച്ച വർഷവും മരിച്ച വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. അതെപ്പോഴും എഴുതി വെക്കുക. എന്നിട്ട് ആ തൊട്ട താഴെ അയാൾക്ക് എന്തെങ്കിലും സിഡോണിംസോ അല്ലെങ്കിൽ എന്തെങ്കിലും അയാൾ അറിയപ്പെടുന്ന വല്ല പേരുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴെ എഴുതി വെക്കുക. ദെൻ തൊട്ടടുത്ത് എന്ത് ചെയ്യുക, അയാളെക്കുറിച്ചുള്ള കമൻറ്റുകളുണ്ടാവും. നമുക്ക് കുറച്ച് അറിയുന്ന നല്ല ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കമൻറ്റുകളുണ്ടാവും. ആ കമൻറ്റ്സ് എന്ത് ചെയ്യുക, അത് കഴിഞ്ഞ് തൊട്ട താഴെ എഴുതി വെക്കുക. പിന്നെ അയാളുടെ വൈഫിൻ്റെ പേരുണ്ടാവും. കുറച്ച് ഇമ്പോർട്ടൻ്റ് ചിലപ്പം ചില റൈറ്റേഴ്സ് തൻ്റെ വൈഫിനെ കുറിച്ച് ഒരുപാട് വർക്കുകൾ എഴുതിയ കുറേ റൈറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടാവും അല്ലേ. തൻ്റെ വൈഫിനെ കുറിച്ച് വർക്കുകളൊക്കെ പഠിക്കണം. അങ്ങനെയുള്ള വർക്കുകൾ എഴുതിയ ആളാണെങ്കിൽ അയാളുടെ വൈഫിൻ്റെ പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ വേർഡ്സ് വർത്തിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കാനുള്ള ഒരു പോയുണ്ട്. അതാ ചിന്തയുടെ ആയ പോയി പഠിക്കാൻ നമുക്ക് നമ്മളെ ടോപ്പിക്കിൽ അല്ലേ. അപ്പോൾ ആ പഠിക്കുന്ന സമയത്ത് അവിടെ വരേണ്ട ആളാരാ? ഡോറത്തി വേർഡ്സ്വർത്ത് അല്ലേ. അപ്പോൾ അതവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. അതായത് ഒരു വർക്ക് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. എന്തൊക്കെയാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഐഡിയ ഉണ്ടാവും. അത് എഴുതാം അടുത്തത്. പിന്നെ അയാൾ അടുത്തത് മെയിൻ ഇമ്പോർട്ടൻറ്റ് വർക്ക്സുകളാണ്. അയാളുടെ നല്ല നമുക്ക് എല്ലാ വർക്ക്സും നമുക്ക് ആവശ്യമില്ലേ. എല്ലാ വർക്ക്സും ചെയ്ത് ഒരുപാട് വർക്ക്സ് ചെയ്താലുണ്ടാവും. അതെല്ലാ വർക്ക്സും ഒരുമിച്ച് ചെയ്താൻ പാടില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് വർക്ക്സുകളുണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് വർക്ക്സുകളുണ്ടാവും. ആ വർക്കുകൾ എന്ത് ചെയ്യുക, എഴുതുക അടുത്തൊരു സ്റ്റെപ്പായിട്ട്. ഇതൊക്കെ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ഒരേ ഒരു പെൻ ഉപയോഗിച്ച് എഴുതരുത്, ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിക്കുക. അത് കുറച്ച് നല്ലൊരു മെത്തേഡാണ് സാധനം. കാരണം നമുക്ക് മനസ്സിലെപ്പോഴും ആ ഒരു നമ്മൾ കാണുമ്പോൾ നമുക്കൊരു കണ്ണിൽ കുളിർമ ഉണ്ടാവും. പെട്ടെന്ന് വായിക്കാൻ തോന്നും നമുക്ക്. വെറുതെ നമ്മൾ ഒരു പെന്നും പെൻസിൽ എഴുതിയിട്ട് കുറിച്ച് കാര്യമൊന്നുമില്ല, നമുക്ക് വായിക്കാൻ തോന്നണം. അങ്ങനെ എഴുതാം. പിന്നെ ഇയാളുടെ ഇയാൾക്ക് എന്തെങ്കിലും ലിറ്റററി പുലിറ്റ്സർ പ്രൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡുകളോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അത് എഴുതാം.
പിന്നെ വേർഡ്സ്വർത്തിനെ കുറിച്ച് വരുന്ന സമയത്ത് നമ്മൾ ഹി വാസ് എ പോയറ്റ് ലോറേറ്റ്, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുണ്ടാവും ഓരോ റൈറ്റേഴ്സിനെ കുറിച്ചും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളുണ്ടാവും ഓരോ റൈറ്റേഴ്സിനെ കുറിച്ചല്ലേ, അത് എഴുതുക അടുത്തത്. അങ്ങനെ ഒരു റൈറ്റർക്ക് മാക്സിമം 1 പേജേ കൊടുക്കാൻ പാടുള്ളൂ. 1 പേജ് എന്ന് പറഞ്ഞാൽ 2 സൈഡ് അല്ലേ, ആ ഒരു A4 സൈഡ്സിൻ്റെ ആ ഒരു ബുക്കിലെ ഒറ്റ പേജ്, ഒറ്റ പേജ് റൈറ്ററിന് കൊടുക്കാം, അതിലേറെ എഴുതാൻ പാടില്ല. ആ ഒരു ഒറ്റ പേജ് നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് മാത്രമാണ്, ഞാൻ ആദ്യം പറയാം, ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് മാത്രം എഴുതാനുള്ളതാണ് ആ ബുക്ക്. ക്ലിയർ ആയോ? ഓതറെ കുറിച്ച് എഴുതേണ്ട ബുക്ക്. റെഡി? അടുത്തൊരു ബുക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞു. രണ്ടാമതൊരു ബുക്ക് ഏതാണ്? നമ്മൾ വർക്കുകളെ കുറിച്ച് എഴുതാമെന്ന ബുക്ക് ഞങ്ങൾ പറഞ്ഞു അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ വർക്ക് എടുക്കുകയാണ്, ഓഫ് സ്റ്റഡീസ്, അല്ലെങ്കിൽ സോണറ്റ് 121, അല്ലെങ്കിൽ ട്രംപറ്റ് ക്ലബ്, അല്ലെങ്കിൽ ഓൺ ദ റൂൾ ഓഫ് അല്ലെങ്കിൽ നമ്മൾ വദറിങ് ഹൈറ്റ്സ്, അങ്ങനെ ഒരുപാട് വർക്കുകൾ പഠിക്കുകയാണ് നമുക്ക്. ഇതിന് വർക്ക് നമ്മൾ എടുക്കുക. ആ വർക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, തൊട്ട താഴെ എഴുതുക. ആ വർക്കിൻ്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും മറന്നു പോകരുത്. അടുത്തത് കളക്ഷൻ, ഏതെങ്കിലും കളക്ഷനിൽ വന്നുള്ള വർക്കാണ്. ഇപ്പോൾ ട്രംപറ്റ് ക്ലബ്ബാണ്, ഏത് കളക്ഷനാണ്? ടാറ്റ്ലർ എന്ന് പറഞ്ഞ കളക്ഷനിൽ വരുന്ന ഒരു എസ്സേ ആണ് അല്ലേ. അങ്ങനെ നമ്മൾ കളക്ഷൻസ് ഉണ്ടാവും, അത് എഴുതി വെക്കുക അടുത്തത്. ഇനി ആ കളക്ഷൻ ആണെങ്കിൽ ആ കളക്ഷനിൽ വന്നിട്ടുള്ള നമ്പർ ഓഫ് പോയംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എസ്സേസ് ഉണ്ടാവും. ഓക്കെ, അതും എടുത്തു വെക്കുക. ഈ കളക്ഷൻ ആരാണ് പബ്ലിഷ് ചെയ്തതെന്നുണ്ടാവും. ചിലപ്പോൾ അയാൾ തന്നെ ആവില്ല, അയാളുടെ മക്കളോ അല്ലെങ്കിൽ അയാളുടെ ഭാര്യയോ അല്ലെങ്കിൽ അയാളുടെ വേറെ റിലേറ്റീവ്സ് ആയിരിക്കും പബ്ലിഷ് ചെയ്തായിരിക്കും. ആ പബ്ലിഷറുടെ പേരും കൂടെ നോട്ട് ചെയ്ത് വെക്കണം. ക്ലിയർ? പിന്നെ നോക്കേണ്ടത് ആ വർക്കിന് ഏതെങ്കിലും അനദർ നെയിംസ് ഉണ്ടോ എന്ന് നോക്കണം. അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ മിൽട്ടൻ്റെ വർക്കിന് 2 പേരുകളുണ്ട്. ബ്ലൈൻഡ്നെസ് എന്ന പേര്, ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് പേര് മിൽട്ടൺ കൊടുത്തതല്ല, അതിൻ്റെ ഫസ്റ്റ് ലൈനായിരുന്നു ആ ഒരു വർക്കിൻ്റെ പേര്. വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഈസ് സ്പെൻറ്റ് എന്നുള്ള ഫസ്റ്റ് ലൈനായിരുന്നു ആ വർക്കിൻ്റെ പേര്. അതുപോലെ തന്നെ സോണറ്റ് 19 എന്നും ആ വർക്കിന് വിളിക്കപ്പെടുന്നുണ്ട്, സോണറ്റ് 19. അപ്പോൾ ഇങ്ങനെ വേറെ പേരുകളുണ്ടാവും ഓരോ വർക്കുകൾക്ക്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് നോട്ട് ചെയ്യണം. ക്ലിയർ? അതിന് ശേഷം നിങ്ങൾ പിന്നെ എഴുതേണ്ടത് എന്താണ്, ആ വർക്കിലെ മെയിൻ പോയിൻറ്റുകൾ. ഇപ്പോൾ എക്സാമ്പിൾ പോയാണെങ്കിൽ അതിൽ വരുന്ന മെയിൻ ലിറ്റററി ഡിവൈസുകൾ, നിങ്ങൾക്ക് അറിയുന്ന ലിറ്റററി ഡിവൈസ് ഒഴിവാക്കുക, ലിറ്ററേഷൻ പേഴ്സണിഫിക്കേഷൻ ഒന്നും വേണ്ട. നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷനുള്ള ലിറ്റററി ഡിവൈസുകളുണ്ടാവും. അത് ഓരോ ടെക്സ്റ്റിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആണ് ലിറ്റററി ഡിവൈസുകൾ. പോയംസ് പറഞ്ഞു കേട്ടോ, അത് നോട്ട് ചെയ്യുക. പിന്നെ അതിൽ പല അല്യൂഷൻസ് ഒക്കെ എന്ത് വരുന്നു. അപ്പോൾ മിൽട്ടൻ്റെ വർക്കിൽ ഒരുപാട് അല്യൂഷൻസ് വരുന്ന പോയാണ് മിൽട്ടൻ്റെ വർക്കുകളൊക്കെ. അല്യൂഷൻസ് അങ്ങനെ എന്ത് ചെയ്യുക, അതൊക്കെ എഴുതി വെക്കുക. പിന്നെ പോയമാണെങ്കിൽ സ്ട്രക്ചർ എഴുതി വെക്കണം, ഏത് മീറ്ററാണ് എഴുതിയിട്ടുള്ളത്, അയാമ്പ് പെൻറ്റാമീറ്റർ, അയാമ്പ് ഹെക്സാമീറ്റർ ആണ്, ഏത് മീറ്ററിൽ എഴുതി കറക്റ്റ് എഴുതി വെക്കുക. പിന്നെ നമ്പർ ഓഫ് സ്റ്റാൻസാസ്, നമ്പർ ഓഫ് ലൈൻസ്. ക്ലിയർ ആണോ? നമ്പർ ഓഫ് ലൈൻസ്, നമ്പർ ഓഫ് സ്റ്റാൻസാസ്, അതുപോലെ ഫസ്റ്റ് ലൈന്, ലാസ്റ്റ് ലൈന്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വർക്ക് ഒരു പോയമാണെങ്കിൽ ആ പോയത്തെക്കുറിച്ച് എഴുതണം. എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് എന്തായിരുന്നു? പോയത്തിൻ്റെ പേര് ഫസ്റ്റ് എഴുതുക, ദെൻ ഇയർ ഓഫ് പബ്ലിക്കേഷൻ, ദെൻ കളക്ഷനിൽപ്പെട്ട ഏത് കളക്ഷൻ്റെ പേര് എഴുതുക, ആ കളക്ഷൻ ആര് പബ്ലിഷ് ചെയ്തു എന്ന് അന്വേഷിച്ച് നോക്കുക, എവിടെയും കിട്ടുന്നത് അത് കളക്ട് ചെയ്ത് എഴുതുക. അടുത്തത് എന്താണ്? വാട്ട് ഇസ് നെക്സ്റ്റ് വൺ? അടുത്തതെന്താ? അതിന് സ്ട്രക്ചറിനെ പറ്റി എഴുതുക, അത് എത്ര സ്റ്റാൻഡേർഡ്സ് ഉണ്ട് എഴുതുക, അതിൽ ലൈൻസിനെ എണ്ണ എഴുതുക, ദെൻ ഫ്രീ വേഴ്സ് ആണോ അതോ ഏതൊരു ഇതിൽ പെടുന്ന എഴുതുക. അതുപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യുക, അതിൽ മെയിൻ ലിറ്റററി ഡിവൈസ് ചെയ്താൽ അത് എന്ത് അല്യൂഷൻസ് ഉണ്ടോ അത് എഴുതി വെക്കുക. അങ്ങനത്തെ ആ ഒരു പോയത്തെ പറ്റിയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളുണ്ടാവും, അത് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുന്ന സാധനങ്ങളാണ്, അത് എഴുതുക. ദെൻ അടുത്തത് എന്താണ്? വെൻ കംസ് ടു പ്രോസ് ഓർ ഡ്രാമ അല്ലേ, ഡ്രാമയിൽ വരുന്ന സമയത്ത് ഈ ഡ്രാമ വരുന്ന ഇയർ ഓഫ് പബ്ലിക്കേഷൻ നിർബന്ധമാണ്. അതുപോലെ തന്നെ എവിടെയാണ് ആ ഡ്രാമ ആദ്യമായിട്ട് പ്ലേ ചെയ്ത് എവിടെയാണ്, പ്രീമിയർ ഇത് ഓരോ തിയേറ്ററുകളുണ്ടാവും, ആ തിയേറ്ററിൻ്റെ പേര് ഓർത്ത് വെക്കുക. അതുപോലെ ഈ പ്ലേ ചെയ്ത സമയത്ത് അല്ല ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സിൻ്റെ കുറച്ച് പേരുകളുണ്ടാവും, ഇമ്പോർട്ടൻ്റ് ആക്ടേഴ്സ് ഉണ്ടാവും, അത് എഴുതി വെക്കണം. അടുത്തത് എന്താണ്? ഒരു ഡ്രാമയിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് നിങ്ങൾ ആദ്യം എഴുതി വെക്കുന്ന സാധനങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്. ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സിൽ എല്ലാ ക്യാരക്ടേഴ്സിനും പേര് എഴുതി വെക്കണം. ഒരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കുക അവർ തമ്മിൽ. അത് നിങ്ങളുടെ ഒരു സംഭവം ഉണ്ടാക്കി നിങ്ങളുടെ ചെയ്യുന്ന സംഭവമാണ്, ഒരു കണക്ഷൻസ് ഉണ്ടാക്കി വെക്കുക. പിന്നെ അതിൽ പറഞ്ഞു പോകുന്ന ഇമ്പോർട്ടൻറ്റ് നെയിമുകളുണ്ടാവും അല്ലേ, കുറേ ആളുകളുടെ പേര് പറഞ്ഞു പോകുന്നുണ്ടാവും അതിൽ. ക്ലിയർ ആണോ? അങ്ങനെ കുറേ ആളുകൾ പേരുകൾ പറഞ്ഞു പോകുന്നുണ്ടാവും, കുറേ ആൾക്കാരുടെ ഒരു ഇവൻറ്റ്സൊക്കെ പറഞ്ഞു പോകുന്നുണ്ടാവും, അത് നോട്ട് ചെയ്യുക. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആക്ട് വൈസ് എഴുതുക. ഒരു ആക്ട് 1, ആക്ട് 2, ആക്ട് 3. അതിന് മുന്നിൽ എഴുതണം ടോട്ടൽ എത്ര ആക്ട് ഉണ്ട് എഴുതണേ, ടോട്ടൽ നമ്പർ ഓഫ് ആക്ട് എഴുതണം, ടോട്ടൽ നമ്പർ ഓഫ് സീൻസുകൾ എഴുതണം.
ടോട്ടൽ നമ്പർ ഓഫ് സീൻസ്, ടോട്ടൽ നമ്പർ ഓഫ് ആക്റ്റും നിങ്ങൾ എഴുതി വെക്കണം. എന്നിട്ട് ഓരോ ആക്റ്റിലും വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ മാത്രം എഴുതി വെക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കാത്ത പോയിന്റുകളുണ്ടാവും. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സംഭവം ഓർമ്മ ഉണ്ടാവും, പക്ഷെ മൈൻഡിൽ നിൽക്കാത്ത സംഭവങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് തോന്നുന്ന പോയിന്റ്സുകൾ മാത്രം എഴുതി വെക്കുക. എന്നിട്ട് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഡ്രാമയ്ക്ക് നോട്ട്സ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടായ നോട്ട്സ് ഇങ്ങനെ കേട്ടോ. പ്രോസിനാണെങ്കിലും എന്ത് ചെയ്യുക, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്ന കാര്യങ്ങൾ മാത്രം എഴുതുക. അതിൻ്റെ പ്രോസിൻ്റെ ആളുടെ റൈറ്ററുടെ പേര് എഴുതുക. പിന്നെ എന്ത് ചെയ്യുക, ആ പ്രോസിൻ്റെ പബ്ലിക്കേഷൻ ഇയർ എഴുതുക. അതുപോലെ തന്നെ ഏതെങ്കിലും കളക്ഷനിൽ പെട്ടതാണോ എഴുതുക. ഇപ്പോൾ എക്സാമ്പിൾ ട്രംപിൾ ക്ലബ്ബ് എടുക്കുകയാണെങ്കിൽ ട്രംപിൾ ക്ലബ്ബിൽ ഫസ്റ്റ് വരുന്നൊരു കൊട്ടേഷൻ, ആ കൊട്ടേഷൻ ആരുടെ കൊട്ടേഷനാണ്? ഒരു കോഡ്സ് അയാൾ സിസറോടെ കോഡ്സ് ഫസ്റ്റ് എഴുതുന്നല്ലേ, അങ്ങനെ സിസറോടെ കോഡ്സ് ചെയ്തിട്ടാണ്. അങ്ങനെ മെയിൻ പോയിൻറ്റ്സുകളുണ്ട്. അതുപോലെ ഹോമറിൻ്റെ ഒരു വർക്കിലൊരു ഇത് വരുന്നുണ്ട്, ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, ആ നെസ്റ്റർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട് അല്ലേ. അങ്ങനെ അതുപോലെ ലാസ്റ്റ് ഒരു ഹോമർ എലിയഡിലൊരു സാധനം വരുന്നുണ്ട്. എലിയഡിലെ പാരഡൈസ് ലോസിലൊരു ചെറിയൊരു മിൽട്ടൻ്റെ ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ട്. ഹിസ് ടങ് ഡ്രോപ്പ്ഡ് മന്ന ഒരു സാധനം വരുന്നുണ്ട്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതിൽ ക്യാരക്ടേഴ്സിൻ്റെ പേര് ജെഫ്രി നോച്ച്, മാച്ച്ലോക്ക്, ബെഞ്ചർ, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ പേര്. അതിൽ മെയിൻ ആയിട്ടുള്ള അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, 15 മെമ്പേഴ്സ് ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അത് 5 ആയി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് നോട്ട് ആക്കിയിട്ട് എഴുതി വെക്കുക. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഷോർട്ട് നോട്ട് എന്നല്ല, ഒരു നോട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേറെ നോട്ട്സും വേണം, ഈ നോട്ട്സ് മാത്രം പോരാട്ടോ. ഈ നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഉണ്ടാകുന്ന നോട്ട്സ് ഉണ്ടല്ലോ, ഇങ്ങനെ ഉണ്ടാകുന്ന നോട്ട്സ് നിങ്ങൾ ഇപ്പോഴേ ഒരു റൊട്ടീൻ ഒരു ഹാബിറ്റിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇതെല്ലാ ദിവസവും മാക്സിമം വായിച്ചു നോക്കുക. മാക്സിമം ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾക്ക് എടുക്കുള്ളൂ ഈ പിന്നെ നോട്ട്സ് മൊത്തം വായിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ട് മൊത്തം എഴുതി തീർക്കില്ലല്ലോ. ഓരോ ദിവസവും ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ എടുക്കുന്ന വർക്ക് ഇന്ന വർക്കാണ്, അപ്പോൾ ആ വർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റാവുന്ന നോട്ട്സ് മാക്സിമം എഴുതി വെക്കുക. അടുത്ത ദിവസം എടുക്കുന്ന വർക്ക് ഇന്നതാണ്, മാക്സിമം എഴുതി വെക്കുക. നമുക്ക് ഓൾമോസ്റ്റ് 1.5 years നമ്മൾ മുന്നിലുണ്ട്, 1.5 വർഷം മുന്നിലുണ്ട് എക്സാമിന് കേട്ടോ. ഇപ്പോഴും ഞാൻ പറയാം 1.5 വർഷം മാക്സിമം മിനിമം 1 year നമ്മൾ മുന്നിലുണ്ട് പഠിക്കാനും എക്സാം എഴുതാനും. അതുപോലെ ഹറിബറി ആയിട്ട് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് സമയം ഒരുപാട് മുന്നിലുണ്ട്. അതിനനുസരിച്ച് പതുക്കെ പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഹറിബറി പോലെ വിഷയം എന്താണ്, നമുക്കൊന്നും കിട്ടാണ്ട് പോകും. ക്ലിയർ ആണോ? പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ 2 നോട്ട്. അതിൽ ഫസ്റ്റ് പറഞ്ഞ് പോയിറ്റിനെ കുറിച്ചായിരുന്നു, അല്ലെങ്കിൽ ഓതറെ കുറിച്ചായിരുന്നു. അതിൽ ഒരു പോയിൻ്റ് വിട്ടുപോയി, അയാൾ ഏജും കൂടെ നോട്ട് ചെയ്യണേ, അതും കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. ഇത്രയൊക്കെയാണ് ഓതറെ കുറിച്ചും വർക്കിനെ കുറിച്ചും ഉണ്ടാക്കുന്ന 2 ടൈപ്സ് ഓഫ് നോട്ട്സ്. റെഡി? ഇനി വേറെ നോട്ട്സ് നമ്മുടെ കയ്യിൽ വേണം, ഡീറ്റെയിൽഡ് നോട്ട്സ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഓരോ മൊഡ്യൂളിനും ഇപ്പോൾ പോയട്രിക്ക് ഒരു നോട്ട് വാങ്ങാം, ഡ്രാമക്ക് വേറെ നോട്ട് വാങ്ങാം, പ്രോസിന് വേറെ നോട്ട് വാങ്ങാം, ഫിക്ഷന് വേറെ നോട്ട് വാങ്ങാം, ക്രിട്ടിക്കൽ ടെക്സ്റ്റുകൾക്ക് വേറെ നോട്ട് വാങ്ങാം. അതൊക്കെ ചെറിയ കുഞ്ഞു നോട്ടിൽ മതി, എല്ലാം കൂടി നോട്ട് വാങ്ങുന്നില്ല. വേറെ നോട്ട് വാങ്ങാം. എന്നിട്ട് ആ ഒരു നോട്ടിൽ ഫസ്റ്റ് മുതൽ ആ ടെക്സ്റ്റിന് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ വേണം. ഓതറെ കുറിച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ വേണം, ആ വർക്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് കാര്യം. വർക്കിനെ കുറിച്ച് നമ്മൾ എല്ലാ വർക്കും ഇൻഡെപ്തായിട്ട് വായിക്കണം എല്ലാവരും കേട്ടോ. ഒരാളും ജസ്റ്റ് സമ്മറി ക്ലാസ് കേട്ടിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ കിട്ടുന്ന ക്ലാസ്സിൽ നിങ്ങൾ ഏതെങ്കിലും ക്ലാസ് ജോയിൻ ചെയ്യണം, അവിടെ ക്ലാസ് കേട്ട് ഒരിക്കലും നിങ്ങൾ നോട്ട്സ് ചെയ്താൽ നിൽക്കരുത്. അത് വെറും മണ്ടത്തരാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽസ് ലോഡ് മെറ്റീരിയൽസ് ഇഷ്ടംപോലെ നമുക്ക് കിട്ടാനുണ്ട്. നമുക്ക് നമ്പർ ഓഫ് മെറ്റീരിയൽസ് നമുക്ക് കിട്ടാനുണ്ട്, ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് കിട്ടാനുണ്ട്. പക്ഷേ ആ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. നമ്മുടെ മെറ്റീരിയൽസ് എന്താണ്, നമ്മളായിട്ട് സ്വന്തം ഉണ്ടാക്കിയ മെറ്റീരിയൽസ് നമുക്ക് എപ്പോഴും ഉപകാരപ്പെടാം. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മളായിട്ടുണ്ടാക്കുന്ന മെറ്റീരിയൽസ് നമുക്ക് എപ്പോഴും ഉപകാരപ്പെടാം, അല്ലാണ്ട് വേറെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ടെക്സ്റ്റും വായിക്കണം. ഇപ്പോൾ നമുക്ക് എല്ലാ ടെക്സ്റ്റും നെറ്റിലും ഒക്കെ അവൈലബിൾ ആണ്, അതിൻ്റെ ട്രാൻസ്ലേഷനൊക്കെ കിട്ടും. നമ്മൾ വായിക്കുന്ന വെച്ചാൽ ആ കാര്യം നമ്മൾ ഓർമ്മ കുറച്ചും കൂടെ നിൽക്കും. ക്ലിയർ ആണോ? അങ്ങനെയുള്ള നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കുക. അതായത് എന്ത് ചെയ്യുക, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഒരു ടെക്സ്റ്റ് എടുത്തു, ഡോൾസ് ഹൗസ് എടുത്തു. ഡോൾസ് ഹൗസിലെ ഫസ്റ്റ് ആക്റ്റിൽ എന്താണ് തുടങ്ങുന്നത്, സെക്കൻഡ് ആക്ട് എന്താണ്, തേർഡ് ആക്റ്റാണ്. അത് പോയിൻ്റാക്കി എഴുതുക, അത് വായിക്കുക, ഓരോ സെൻറ്റൻസ് വായിക്കുക. അതിൽ നിങ്ങൾക്ക് എന്താ കിട്ടാനുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ ആ പോയിൻ്റിൽ നിന്ന്, എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരാൻ ചാൻസുള്ള ഏരിയ ആണോ ആ പോയിൻറ്റ്, അത് നോക്കുക. അത് നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്യുക, വിടരുത്. ഒരൊറ്റ പോയിന്റ് വിടാൻ പാടില്ല. ഒരു പോയിന്റ് വിട്ടാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് പോകും. ഒരു മാർക്ക് പോയി നിങ്ങൾക്ക് എത്ര റാങ്ക് താഴെ പോകും, നിങ്ങൾ 10-20 റാങ്ക് താഴെ പോകും. ക്ലിയർ ആണോ? ഒരു മാർക്ക്, എനിക്കൊരു മാർക്ക് കൊണ്ട് ഞാൻ അപ്പോൾ സർവീസ് കയറേണ്ട ആളാണ്. ആ ഒരു മാർക്ക് ഇല്ലാതെ ഞാൻ ഇപ്പോൾ നിൽക്കണം ഇപ്പോഴും. ക്ലിയർ ആണോ? അപ്പോൾ ഒരൊറ്റ മാർക്ക് നമുക്ക് ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? അങ്ങനെ ആ ഡീറ്റെയിൽഡ് നോട്ട്സ് ഉണ്ടാക്കുക. ഓരോ ടോപ്പിക്കിനും അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളിനും ഓരോ ടെക്സ്റ്റ് വെച്ചിട്ട് ഓരോ മൊഡ്യൂളിനും ഓരോ നോട്ട് വെച്ച് നിങ്ങൾ കീപ്പ് ചെയ്യണം.
ഞാൻ കീപ്പ് ചെയ്ത സംഭവം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ എങ്ങനെയാണോ ഈ ക്രാക്ക് ചെയ്താൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഓരോ നൊടിയോടും ഓരോ നോട്ട് വെച്ച് നിങ്ങൾ കീപ്പ് ചെയ്യണം. എന്നിട്ട് അതും ആ നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് നല്ല രീതിയിൽ നന്നായി എഴുതി നല്ലപോലെ ആ ഒരു എല്ലാം കറക്റ്റ് ആ ഒരു ഫോളോ ചെയ്ത് പോവുക. അല്ലാണ്ട് എന്ത് ചെയ്യില്ല, അല്ലാണ്ട് ഒരു ഓർഡർ നമുക്ക് കിട്ടില്ല ഇതെങ്ങനെ എഴുതുന്നുള്ളത്. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ വർക്ക് കഴിയുമ്പോഴും ഇപ്പോൾ ഒരു വർക്ക് നമ്മുടെ നോട്ട് ചെയ്ത് കഴിഞ്ഞു, ഒരു 1-2 എക്സ്ട്രാ വിടാം. നമുക്ക് എവിടെയെങ്കിലും എക്സ്ട്രാ പോയിൻറ്റ്സ് വേറെ എവിടെയെങ്കിലും കിട്ടും. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻസോ അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് പോയിൻറ്റ്സ് നമുക്ക് എവിടെയെങ്കിലും കിട്ടും. കാരണം വി ഹാവ് 1 ഇയർ അല്ലേ, ഒരു വർഷം മുന്നിലുണ്ട്. ആ ഒരു വർഷത്തിലെടുക്കുമ്പോൾ ഒരുപാട് പോയിൻറ്റ്സ് അവിടെ നിന്ന് കുറേ പോയിൻറ്റ്സ് നമുക്ക് കിട്ടാനുണ്ടാവും. അതൊക്കെ നമുക്ക് നോട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ അത് വേറെ എവിടെയും കൂടി നോട്ട് ചെയ്ത് നോട്ട് ചെയ്യാൻ എന്ത് പറ്റില്ല, പിന്നെ നമുക്ക് ആ സമയത്ത് ഒരു ഓർഡർ കിട്ടില്ല. ആ വർക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ഒരു നോട്ട്സ് ആ ഒരു 5-6 അല്ലെങ്കിൽ 7 പേജിൽ ഉൾപ്പെടണം. വേറെ എവിടെയും കൊണ്ട് എഴുതിയേക്കരുത്. വേറെ കൊണ്ട് എഴുതി ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആ സമയത്ത് പിന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല, പിന്നെ നമ്മൾ പോയി നഷ്ടപ്പെടും. അങ്ങനെ ഒരു 2 പേജ് എക്സ്ട്രാ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും കീപ്പ് ചെയ്യുക. ആ 2 പേജ് എന്തിനുള്ളതാണ്, ഇതിനെക്കുറിച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ് എവിടെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ളതാണ് എന്ത് ഈ 2 പേജ് എക്സ്ട്രാ വിടുക എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഓരോ ടോപ്പിക്കിനും ഓരോ നോട്ട് ബുക്ക് വെച്ച് കീപ്പ് ചെയ്യുക. ഇതൊക്കെ എൻ്റെ സജഷൻസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ തള്ളാം, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ നോട്ട്സൊക്കെ ഉണ്ടാക്കി നമ്മൾ പഠിക്കാൻ തുടങ്ങണമല്ലോ. അതും ജസ്റ്റ് നമ്മൾ എഴുതുന്നത് മാത്രം കാര്യമില്ല, നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളെങ്ങനെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കും അല്ലേ, പിന്നെ എടുത്ത് വെക്കും, പിന്നെ പിറ്റേ ദിവസം പിന്നെയും ആ ബുക്ക് തുറക്കും, പിന്നെ ആ ബുക്ക് തുറക്കും, പിന്നെയും വായിച്ച് നോക്കും, പിറ്റേ ദിവസം തുറക്കും, പിറ്റേ ദിവസം വായിച്ച് നോക്കും, എല്ലാ ദിവസവും വായിച്ച് നോക്കും. പക്ഷേ എന്ത് ചെയ്യില്ല, ഓർമ്മ നിൽക്കില്ല അല്ലേ. ഒരു ദിവസം വായിച്ച് നമ്മൾ ഒരാഴ്ച കണ്ടിന്യൂസ് വായിച്ചു, പിന്നെ ഒരാഴ്ച വായിച്ചില്ല, പിറ്റേ ദിവസം എടുത്ത് പോകുമ്പോൾ എന്ത് ചെയ്യാം, ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അത് നമ്മുടെ നേച്ചർ അങ്ങനെ തന്നെയാണ്, PSC നേച്ചർ അങ്ങനെ തന്നെ. നമ്മൾ പഠിച്ച് മറന്നു പോകും, സ്വാഭാവിക മനുഷ്യനുള്ളൊരു സിസ്റ്റമാണത്. നമ്മൾ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യും, മാറ്റാൻ കഴിയും. എങ്ങനെ, നല്ലോണം റിവൈസ് ചെയ്യണം. ഞാൻ ടെക്നിക്ക് എന്താ പറയുക, എനിക്ക് ഞാൻ ഒരു ടെക്സ്റ്റ് വായിച്ച് നോക്കും. ആ ടെക്സ്റ്റ് വായിച്ച് ഒരാഴ്ച വായിച്ച് പിറ്റത്തെ ആഴ്ച വായിക്കില്ല. പിറ്റത്തെ ആഴ്ച വായിക്കുന്ന സമയത്ത് കുറച്ച് നമ്മൾ എനിക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഓർമ്മയില്ലാതെ ഞാൻ എന്ത് ചെയ്യും, നോട്ട് ചെയ്യും. ഒരു റെഡിങ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗ്രീനിങ് കൊണ്ടോ ഞാൻ താഴെ വരക്കും. എനിക്ക് ഈ സംഭവം ഇപ്പോഴും ഓർമ്മ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആ സംഭവം ഒന്നും കൂടി ഞാൻ എന്ത് ചെയ്യണം, വായിക്കണം എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ടാവും. അപ്പം ഒന്നുകൂടി ഡൈജഷൻ ഒന്നും നോട്ട് ചെയ്യും ഞാൻ. എന്നിട്ട് പിന്നെ വായിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് വായിക്കും. അങ്ങനെ വായിച്ചൊരു മിനിമം ഒരു 10, 20, 30 തവണകൾ വായിക്കണം, എന്നാലും എനിക്ക് സാധനം ഓർമ്മ ഉണ്ടാവുള്ളൂ. അല്ല 1-2 പ്രാവശ്യം വായിച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കൂലേ. ഞാൻ ആദ്യം പറഞ്ഞുതരാം. മിനിമം ഒരു 20 to 30 ടൈംസ് നിങ്ങൾ വായിക്കണം ഓരോ ടെക്സ്റ്റും. റിപ്പീറ്റ് നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ സാധനം മൈൻഡിൽ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ സാധനം മൈൻഡിൽ നിൽക്കില്ല. നമ്മൾ എത്രത്തോളം നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. എന്നാൽ നമ്മളെ മനസ്സിൽ സാധനങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും. പിന്നെ എവിടെ നിന്നൊക്കെ MCQs ഒരുപാട് കിട്ടും, അതൊക്കെ ചെയ്ത് നോക്കണം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പഠിച്ച് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാൻ പറ്റുമോ നോക്കുക. കാരണം ഇനി എക്സാമുകൾക്ക് നമുക്ക് എന്ത് പ്രതീക്ഷിക്കണം, സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, എക്സാമൊക്കെ ആവുമല്ലോ, എക്സാമിൻ്റെ ഒരു മാസം മുമ്പ് ഒക്കെ നിങ്ങൾ ഓൾമോസ്റ്റ് എന്തായിട്ടുണ്ടാവും, ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ഒരു മാസം മുമ്പൊക്കെ നിങ്ങൾ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ടാവും. ക്ലിയർ ആണോ? ആ സെറ്റാകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ ഒരു മാസമൊക്കെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ ആ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടല്ലോ, ആ ഒരു ഷോർട്ട് നോട്ടിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ നിങ്ങൾ ഓർമ്മയിൽ നിൽക്കുക സാധനം മാത്രമേ. നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് പഠിച്ച് ഓൾമോസ്റ്റ് നമ്മൾ മൈൻഡിലുണ്ടാവും, കുറേ നമ്മൾ മൈൻഡിലുണ്ടാവും, കുറേ ഒന്നും പോവില്ല, കുറേയൊക്കെ നമ്മൾ മൈൻഡിൽ ഇങ്ങനെ ഒരു സ്റ്റോറി നിൽക്കുന്നുണ്ടാവും. എന്നാലും സ്റ്റോർ ചെയ്യാതെ കുറച്ച് ഭാഗങ്ങളുണ്ടാവും. ആ ഭാഗങ്ങൾ മാത്രം നോട്ട് ചെയ്യുക, പിന്നെ അത് മാത്രം വായിച്ചു, പിന്നെ മറ്റേ വായിക്കാൻ പോയി, പിന്നെ അത് മാത്രം വായിച്ചാൽ മതി. നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ മൈൻഡിൽ നിൽക്കാതെ ചില പോർഷൻസ് ഉണ്ടാവും, ചില എക്സ്ട്രീം പോയിന്റുകളും, അത് മാത്രം ഫോക്കസ് പിന്നെ പഠിക്കുക. അങ്ങനെ എക്സാമിൻ്റെ ഒരു 2 ആഴ്ച മുന്നേ ആയിട്ട് നിങ്ങൾ മൊത്തം കവർ ചെയ്തിരിക്കണം. ഒരു പോയിൻറ്റും വിടാൻ പാടില്ല, ഒറ്റ പോയിൻറ്റും വിടാതെ നിങ്ങൾ പഠിച്ചിരിക്കണം. 2 ആഴ്ച മുന്നേ, എക്സാം 2 ആഴ്ച മുന്നേ. പിന്നെ എക്സാം 2 ആഴ്ച പഠിച്ചിട്ട് പിന്നെയുള്ള 2 ആഴ്ച എന്തിനാണ്, അതിൽ ഒരാഴ്ച ഫുള്ളായിട്ട് ഓടിച്ച് വിട്ടു പോവുക. വായിക്കരുത്, ജസ്റ്റ് ഒന്ന് കണ്ണിങ്ങനെ ഓടിച്ച് പോവുക. അപ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വരും ഓരോ അടുത്ത പോയിൻ്റ് എന്തെങ്കിലും ഓർമ്മയിലുണ്ടാവും നിങ്ങളെ. അങ്ങനെ ചെയ്യുക. എന്നിട്ട് പോയി എക്സാം എഴുതുക, നല്ല റാങ്ക് വാങ്ങിച്ചിട്ട് ജോലിക്ക് കയറുക. അതാണ് ഞാൻ ചെയ്തിരുന്ന ഒരു മെത്തേഡ് എന്ന് പറയണത്. ഓക്കെ, പിന്നെ നമുക്ക് വേറെ പാർട്ടും കൂടെ ഉണ്ട്. പാർട്ട് A എന്ന് പറയുന്ന സാധനം കൂടെ നമ്മളെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ജനറൽ നോളജ്, കറണ്ട് അഫെയർ, അതേപോലെ തന്നെ നമ്മുടെ ടീച്ചിങ് മെത്തഡോളജി, സൈക്കോളജി, ഈ ടോപ്പിക്സുകളുണ്ട്. അത് 20 മാർക്കിന് വേണ്ട സാധനമാണ്. മെത്തഡോളജി അല്ല, ഈ കറണ്ട് അഫെയർ, GK, നിങ്ങൾ സാധനങ്ങൾ 20 മാർക്സ് എന്തായാലും ചോദിക്കുക അവർ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ ഒരു വീക്കിൽ ഏതെങ്കിലും ഒരു റിനേസൻസ് ലീഡറെങ്കിലും നോക്കി പോവുക. നമുക്ക് ഓൾമോസ്റ്റ് 20 to 22 റിനേസൻസ് ലീഡേഴ്സും പഠിക്കാനുണ്ട്.
അതിന് എന്തായാലും നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ടുള്ളൂ. അതിനൊരിക്കലും അവർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അപ്പോൾ അത് മാക്സിമം സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് ശീലിക്കുക. ഏതെന്ന് നമ്മുടെ ഈ റിനൈസൻസ് ലീഡേഴ്സിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ കിട്ടും. ആ ക്ലാസ് കാണാം, അതിന് നോട്ട്സ് ചെയ്താൽ പഠിക്കുക. പിന്നെ കറണ്ട് അഫെയർ നമുക്ക് എല്ലാം കൂടെ പഠിക്കുന്ന സമയം ഉണ്ടാവില്ല. കറണ്ട് അഫെയർ നല്ല നല്ല ചാനലുകളുണ്ട്, ഒരുപാട് ചാനൽ നമുക്ക് അവൈലബിൾ ആണ് നെറ്റിലൊക്കെ. അത് ഇമ്പോർട്ടൻസ് ആണ് മാത്രം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എക്സാമിന് 2 ദിവസം മുമ്പ് നോക്കിയൊരു കറണ്ട് അഫെയറിൻ്റെ ഒരു വീഡിയോ എന്ന് എനിക്ക് 2 ക്വസ്റ്റ്യൻ കിട്ടിയത്. അപ്പോൾ കറണ്ട് അഫെയർ നല്ല നല്ല ചാനൽ നമുക്ക് അവൈലബിൾ ആണ് യൂട്യൂബിലൊക്കെ. അതിന് ഏതെങ്കിലും നല്ലൊരു ചാനൽ നോക്കുക, തിരഞ്ഞെടുക്കുക. അവർ കറക്റ്റ് പറയുന്നുണ്ടാവും, ഓരോ മന്ത് വൈസ് ഇങ്ങനെ പറയുന്നുണ്ടാവും, ഇന്നത് ഓർത്ത് വെക്കണം. നമ്മുടേതാണെങ്കിൽ നൊബേൽ പ്രൈസ് ആർക്ക് കിട്ടി ലിറ്ററേച്ചറിന് ഈ വർഷം, കഴിഞ്ഞ വർഷം, 2 വർഷം മുന്നിലൊക്കെ നമ്മൾ നോക്കിക്കണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള കറണ്ട് അഫെയറും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് പോവുക. പിന്നെ നമുക്ക് ഒരുപാട് കുറച്ച് ഹിസ്റ്ററി പഠിക്കാനുണ്ട്, ഇന്ത്യയുടെ ഹിസ്റ്ററി കുറച്ച് പഠിക്കാനുണ്ട്, കേരള ഹിസ്റ്ററിയും കുറച്ച് പഠിക്കാനുണ്ട്. അതും ഒരു വീക്കിൽ മിനിമം ഒരു ടോപ്പിക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നോക്കിയിട്ട് പോകണം. ഒരു വീക്കിൽ ഒരു ടോപ്പിക്ക് വെച്ചാൽ ഒരു റേസസ് ലീഡറും ഏതെങ്കിലും ഒരു വൈക്കം സത്യാഗ്രഹം അല്ലെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം ഏതെങ്കിലും ഒരു ടോപ്പിക്കും പഠിച്ചു പോകും. അത് ആകെ നിങ്ങൾക്ക് ഒരു 10 or 15 മിനിറ്റ്സ് മാക്സിമം വേണ്ടിയുള്ളൂ. ഒരു വീക്കിലാണ് പറയുന്നത് കേട്ടോ. ഒരു വീക്ക് മാക്സിമം 10 or 15 മിനിറ്റ്സ് വേണ്ടിയുള്ളൂ. അതിന് വേറെ നോട്ട്ബുക്കും കീപ്പ് ചെയ്യുക. ക്ലിയർ ആണോ? അത് പഠിക്കുമ്പോൾ എപ്പോഴും പോയിൻ്റൊക്കെ എഴുതാതെ സെൻറ്റൻസൊക്കെ എഴുതുക. പോയിൻ്റൊക്കെ എഴുതുക ഒരിക്കലും കേട്ടോ. മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ സെൻറ്റൻസുകളാക്കി എഴുതുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് കുറച്ച് എളുപ്പമാവും നിങ്ങൾക്ക്. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന മാക്സിമം സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അതിന് കിട്ടുന്ന ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ് നെറ്റിലൊക്കെ. അതൊക്കെ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഒരു സാധനം വിടരുത്. നമുക്ക് എന്ത് കിട്ടുന്നത് ചെയ്ത് നോക്കണം. എക്സാം അടുപ്പിച്ച് ഒരുപാട് ടെലഗ്രാം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. ആ ഗ്രൂപ്പുകളൊക്കെ ജോയിൻ ചെയ്യുക. അതിലൊക്കെ MCQs ഒരുപാട് ഡിസ്കസ് ചെയ്യണം. അതൊക്കെ ചെയ്ത് നോക്കുക. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റാങ്ക് മുന്നിലെത്താൻ പറ്റുള്ളൂ. എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്, റാങ്ക് ലിസ്റ്റ് പെടാനുള്ള എല്ലാ ലക്ഷ്യം ജോലി കിട്ടണം. അങ്ങനെയല്ല പഠിക്കുന്നത് നമ്മൾ. അപ്പോൾ ഈ ജോലി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റാങ്ക് ലിസ്റ്റ് പെട്ടിട്ട് കാര്യം, റാങ്ക് ലിസ്റ്റ് മുന്നിലെത്തണം. എന്നാലേ നമുക്ക് ജോലി കിട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരു ലക്കും കൂടെ ഉണ്ട്. കാരണം നമുക്ക് ഇനി അടുത്ത് വരാൻ പോകുന്ന HSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാംഗ്വേജ് ആക്കിയതിന് ശേഷം വരുന്ന HSA ആണ്. അപ്പോൾ ഒരുപാട് വേക്കൻസികൾ വരും. എന്തായാലും നമുക്ക് ഈ നിലവിൽ ലിസ്റ്റൊക്കെ കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും സാമ്പത്തികമായ സർക്കാരുണ്ട്. അപ്പോൾ സർക്കാർ സാമ്പത്തികമായിട്ട് ഒന്ന് ഉഷാറായി വരുന്ന ലിസ്റ്റ് എന്തേ ഉള്ളൂ, അത് തരുള്ളൂ. അതായത് അതിന് മുന്നേ നമുക്ക് തരാൻ ചാൻസ് കുറവാണ്. മിക്കവാറും ആ ചാൻസ് കിട്ടും നിങ്ങൾക്കായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. 1 വർഷം ഉണ്ടല്ലോ, അല്ലെങ്കിൽ 1.5 വർഷം ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി ആരും ഇരിക്കണ്ട. ഓക്കെ. പിന്നെ പല കോച്ചിങ് സെൻ്ററും പറയുന്നുണ്ട് എക്സാം അടുത്ത മാസം വിളിക്കും, അല്ലെങ്കിൽ എക്സാം അടുത്ത നോട്ടിഫിക്കേഷൻ വരും, അടുത്ത ജൂണിൽ എക്സാം ഉണ്ടാവും. വെറുതെ പറയുന്നത് കേട്ടോ, ഒന്നും വിശ്വസിക്കണ്ടേ. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു, എന്തായാലും എക്സാം അടുത്ത 2026 ഉണ്ടാവുള്ളൂ. അതിന് മുന്നേ എന്തായാലും എക്സാം പ്രതീക്ഷിക്കേണ്ട. കാരണം അതിനൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് കാരണം വെച്ചാൽ നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. നിലവിൽ റാങ്ക് ലിസ്റ്റ് ആ 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് റാങ്ക് ലിസ്റ്റ് തീരാണ്ട് ഒരിക്കലും നിങ്ങൾ എക്സാം നടത്തില്ല. അതൊരു കാര്യം. അപ്പോൾ 2 വർഷം നിലവിൽ റാങ്ക് ലിസ്റ്റ് തീരാൻ തന്നെ ബാക്കിയുണ്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് 2 വർഷം കഴിയുമ്പോൾ സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതിന് ശേഷം എക്സാം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ 1.5 വർഷം അല്ലെങ്കിൽ മിനിമം ഒരു വർഷം നിങ്ങൾ മുന്നിൽ മിനിമം ബാക്കിയുണ്ട്. ഈ 1 വർഷം മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റും, നിങ്ങൾക്ക് ജോലിയും കിട്ടും. പക്ഷേ ഈ പറഞ്ഞ പോലെ പഠിച്ച് പോകണമെന്ന് മാത്രം. അല്ലാണ്ട് വെറുതെ ജസ്റ്റ് നോക്കാം, അല്ലെങ്കിൽ എന്തായാലും ലാസ്റ്റ് HSA അല്ലെങ്കിൽ എനിക്ക് പ്രായം കഴിയാൻ പോകുന്നത്, എനിക്ക് 42 വയസ്സ് കഴിയാൻ പോകുന്നത്, ലാസ്റ്റ് ചാൻസ് ഒന്നും ജസ്റ്റ് നോക്കാം എന്നുള്ള രീതിക്ക് ആരും എഴുതണ്ട. ഒരു കാര്യമില്ല. വെറുതെ നിങ്ങളുടെ സമയം പോവും, നിങ്ങൾ ഏതെങ്കിലും കോഴ്സിന് കൊണ്ട് പൈസയും പോകും എന്നല്ലാണ്ട് വേറൊന്നും നിങ്ങൾക്ക് പോകാൻ പോകുന്നില്ല. നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന ദിവസം നിങ്ങളുടെ ശമ്പളവും പോവും. അതിനപ്പുറം വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മറിച്ച് നിങ്ങൾക്കിത് വേണം, എനിക്കിത് അത്യാവശ്യമാണ് ഈ ജോലി, ആവശ്യമല്ല. എനിക്ക് 2 സംഭവമുണ്ട്, ആവശ്യമുണ്ട് അത്യാവശ്യമുണ്ട്. രണ്ടിനും പ്രത്യേകത എന്താ, രണ്ടിന് മാറ്റം എന്താ, ആവശ്യം അത്യാവശ്യത്തിന് മാറ്റം എന്താ? ഞാൻ എപ്പോഴും എല്ലാ കുട്ടികളും പറയുന്നൊരു കാര്യമാണ്, ഒന്ന് ആവശ്യമുണ്ട് അത്യാവശ്യമുണ്ട് അല്ലേ. അത് രണ്ടിന് മാറ്റം എന്താ? ആവശ്യം എന്ന് പറഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തില്ല, വലിയ കുഴപ്പമില്ല, നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അത്യാവശ്യം എന്താണ്, നമുക്ക് ആ ജോലി വേറെ ഓപ്ഷൻ നമുക്ക് മുന്നിലില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ആവശ്യമാണോ അത്യാവശ്യമാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. എനിക്ക് ഈ സാധനം ആവശ്യമാണോ? സാർ പറഞ്ഞേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് നമ്മളിങ്ങനെ കൂടെ വായിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് ഞാൻ ചോദിക്കുന്നത്, ആദ്യം നമ്മള് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തായാലും ഓരോ ലൈൻ ബൈ ലൈൻ വെച്ച് വായിച്ച് എഴുതി പോകുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ റിവൈസ് ചെയ്യുമ്പോ ആ ബുക്ക് എഴുതി വെച്ച ബുക്ക് മാത്രം ഇങ്ങനെ ഓടിച്ചോടിച്ച് നോക്കിയാൽ പോലെ പിന്നെ വായിക്കേണ്ട. ഞാൻ പറയാനുള്ള കാരണം എന്താ പറയുക,
ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും, സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ നമ്മൾ HSK ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്നൊരു വർക്കിൽ നമ്മുടെ എന്തായിരുന്നു ആളെ ക്യാരക്ടർ പേരെന്തായിരുന്നു ഓർമ്മയില്ല, 2 ക്യാരക്ടേഴ്സ് ഒരുമിച്ച് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അവർ TV കാണുന്നൊരു സിസ്റ്റം ഉണ്ട്, ദേ ലവ് ടു വാച്ച് TV. ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. ആ കൊച്ചുമറിയും നമ്മുടെ മറ്റേ എന്താണ് അച്ചമ്മ, ബേബി കൊച്ചമ്മയും കൂടെ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചത്. അത് കിട്ടണേ എന്ത് ചെയ്യണം, ഈ ടെക്സ്റ്റ് വായിച്ചാൽ ആ ക്വസ്റ്റ്യൻ കിട്ടുള്ളൂ. അല്ലാണ്ട് വെറും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം നോക്കിപ്പോയാൽ ആ ക്വസ്റ്റ്യൻ കിട്ടില്ല, ആൻസർ കിട്ടില്ല, ആ ഒരു മാർക്ക് നമുക്കൂടെ പോകും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് പോകാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലോണം പണിയെടുക്കണം. വെറുതെ ഈ സാധനം ആരും നമ്മൾ വീട്ടിൽ കൊണ്ട് തരില്ല, നമ്മൾ നല്ലോണം പണിയെടുത്താൽ മാത്രമേ നമുക്ക് സാധനം കിട്ടുള്ളൂ. അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. അല്ല സാർ, ഞാൻ ചോദിക്കുന്ന ആ രീതിയിൽ നമ്മൾ പോയിന്റ്സ് എഴുതി വെച്ചാൽ, കാരണം അത്രയ്ക്ക് നമ്മൾ ആ ടെക്സ്റ്റ് അരച്ച് വിലക്ക് കുടിച്ച് പോയിന്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ്സ് വീണ്ടും വായിച്ചാൽ പോരെ. കാരണം എന്ത് ചോദിച്ചാലും മതി അല്ലേ, അങ്ങനെ വായിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക്. പിന്നെ സാറ് റിനൈസൻസും ഇവിടെ എടുക്കുമല്ലേ, സാറാണോ എടുക്കുന്നത് റിനൈസൻസ്? അത് നമ്മുടെ ബാച്ചിൽ അത് നമുക്ക് അവിടെ സംസാരിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ സംഭവത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ അതിന് ഒരുങ്ങേണ്ടത് ഒരു ഐഡിയ പറഞ്ഞു ഞാൻ. ഓക്കെ, നമുക്കിതൊന്നും അതിന് ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ എക്സാമിൻ്റെ സമയത്ത്, നമ്മൾ ആ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ആ ഒരു ഇത് വന്നതാണ്. കാരണം നമ്മൾ കുറച്ചെങ്കിലും ആളുകൾക്ക് ഇതൊരു ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് ഈ ക്ലാസ്സുകളൊക്കെ. അപ്പോൾ എല്ലാവരും അത് നന്നായിട്ട് എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് കിട്ടാത്ത ഒരു സാധനം ഈ ലോകത്തില്ല. അപ്പോൾ നല്ലോണം പണിയെടുക്കുക, നല്ലോണം വർക്ക് ചെയ്യാൻ തയ്യാറാവുക, നല്ലോണം തയ്യാറാവണം. അല്ല നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അവിടെ ഒരു കാര്യം, ആ സമയം പോകുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, നോട്ട്സ് മേക്കിങ്ങിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പോർഷനും കവർ ചെയ്യുന്നു വിചാരിക്കുന്നു. ഞാൻ എങ്ങനെയാണ് നോട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. നമ്മൾ അന്നത്തെ ക്ലാസ്സിൻ്റെ അജണ്ട ഓൾമോസ്റ്റ് ഞാൻ തീർത്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ 1/2 മണിക്കൂർ കൊണ്ട്. എങ്ങനെ നോട്ട് ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞതിൻ്റെ വിശ്വാസം. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടാവും? അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് 42, 42 വയസ്സാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഏജ് ലിമിറ്റ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി PSC വിളിച്ചൊന്ന് കൺഫേം ചെയ്യും വേണം. എൻ്റെ ഓർമ്മ ശരിയാണ്, 42 വയസ്സാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയാം, എന്തായാലും ഈ ഡിസംബറിലും ജനുവരിയിലും എന്തായാലും എക്സാം വിളിക്കാൻ പോകുന്നില്ല. ചോദിച്ചോളൂ. ഫസ്റ്റിലാ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം പറഞ്ഞല്ലോ സാറേ. അപ്പോ നമുക്കിപ്പോ ടെക്സ്റ്റ് ബുക്ക് എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കാൻ കഴിയുമോ, സാധിക്കുമോ? സാധിക്കണം, അല്ലെങ്കിൽ സാധിക്കുന്ന ആൾക്കാർ വേറെ പുറത്തുണ്ട്, ഓൽക്ക് പോവും, അത്രേ ഉള്ളൂ. നമ്മൾ സാധിക്കാത്ത മനുഷ്യന്മാരൊന്നുമല്ല. എത്രത്തോളം എഫക്റ്റീവായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോ ടെക്സ്റ്റ് ബുക്കും നമ്മൾ വായിച്ചുള്ള മെച്ചം എന്താ വെച്ചാൽ, നമ്മൾ ആരും ഡിഗ്രിക്കോ PGക്കോ പഠിച്ച സമയത്ത് ആരും ടെക്സ്റ്റ് ബുക്ക് ആരും വായിച്ചിട്ടുണ്ടാവും ഇല്ല. നമ്മളൊന്ന് ലിച്ചാർജ് സമ്മർ അല്ലെങ്കിൽ സ്പാർക്കിനോട് സമ്മർ അല്ലെങ്കിൽ കോഴ്സിനോട് സമ്മർ എടുത്ത് വായിച്ച് പോകും, എക്സാം എഴുതും പോരും. പക്ഷേ ഇവിടെ അവർ അളക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാ ടെക്സ്റ്റിനെ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇതൊരു കോമ്പറ്റീവ് എക്സാമാണ്, അല്ലാണ്ട് നമ്മൾ ഡിഗ്രി PG പോലെ എക്സാം അല്ല. കോമ്പറ്റീവ് എക്സാം നമ്മുടെ ഡിഗ്രി മേലെ എക്സാം മാറ്റം എന്താ, അവിടെ എല്ലാവർക്കും ജയിച്ചാൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇവിടെ എന്തേ കിട്ടുള്ളൂ, ഇവിടെ ആരാണോ കൂടുതൽ സ്കോർ ചെയ്യുന്നത്, അല്ലേ, അങ്ങനല്ലേ, ആർക്കാണോ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, ആരാണോ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യുന്നത് അയാളാണ് എന്ത് കിട്ടുക, അയാൾക്കാണ് എന്ത് കിട്ടുക, ജോലി കിട്ടുക. അല്ലാത്തവന് ജോലി കിട്ടില്ല, അല്ലാത്തവൻ വെറുതെ വീട്ടിലിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്നെ കൊണ്ട് നടക്കുമോ അല്ലെങ്കിൽ ഇതൊക്കെ എന്നെ കൊണ്ട് കഴിയുമെന്ന് ചോദിച്ചിരുന്ന അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം. ഓരോ ടെക്സ്റ്റും ഇരുത്തി തന്നെ വായിക്കണം. ഞാൻ അങ്ങനെ തന്നെ പറയും, ഓരോ ടെക്സ്റ്റും നമ്മൾ ഇരുത്തി തന്നെ വായിക്കണം. അല്ലാണ്ട് വെറുതെ അതിൽ സമ്മറി വായിച്ച് പോയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും യൂട്യൂബ് ക്ലാസ് കണ്ടിട്ടോ ഒരു കാര്യമില്ല. നമ്മൾ എഫേർട്ട് എടുക്കണം. ഇപ്പോൾ ഞാൻ എൻ്റെ ബാച്ചിലെ കുട്ടികൾ എപ്പോഴും പറയുന്ന കാര്യം, ഞാൻ നോട്ട്സ് തരും, പക്ഷേ അത് പ്രതീക്ഷിച്ച് ആരും ഇരിക്കരുത്. നിങ്ങളെ നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ എല്ലാ കുട്ടികളോടും, അവരെല്ലാവരും എല്ലാ ദിവസവും നോട്ട്സ് അയക്കുന്നതുമാണ്. നമ്മൾ ക്ലാസ്സിൽ സ്ട്രക്ചർ വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് നാളത്തെ ക്ലാസ് പറയും, അതിന് തലേ ദിവസം കുട്ടികൾ എന്ത് ചെയ്യണം, എല്ലാവരും ആ ടെക്സ്റ്റ് വായിച്ച് നോട്ട്സ് ഉണ്ടാക്കി പോതനെക്കുറിച്ച് നോട്ട്സ് ഉണ്ടാക്കി നമ്മൾ ഗ്രൂപ്പിൽ അയക്കണം. അത് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സെൽഫ് നോട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം.
അല്ല ഒരിക്കലും ഈ റാങ്ക് ഫയലിൻ്റെ പിന്നിലെ പോയിട്ട് ഒരു റാങ്ക് ഫയൽ എന്തെല്ലാം റാങ്ക് ഫയലും അവൈലബിൾ നമ്മളിതിലൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് റാങ്ക് ഫയലുകളുണ്ട്. അതൊക്കെ വാങ്ങി അതിൽ കിട്ടുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെ കിട്ടുമെന്ന് അറിയോ? നെറ്റ് കിട്ടും. നിങ്ങൾ വെറുതെ അതിന് പൈസ കളയേണ്ട സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ റാങ്ക് ഫയലിന് മുടക്കുന്ന പൈസ നിങ്ങൾക്ക് നെറ്റിൽ കിട്ടും. ഈ സാധനങ്ങളൊക്കെ ഇവിടെ എല്ലാ സാധനവും നെറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ പുറത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. ഓതറെ കുറിച്ച് ഒരു റൈറ്ററെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് വേണോ അതൊക്കെ നിങ്ങൾക്ക് വിക്കിപീഡിയയിൽ കിട്ടും. നിങ്ങൾ വെറുതെ ആൾക്കാരെ ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനപ്പുറത്ത് വിക്കിപീഡിയ പുറത്ത് ഒന്നും വേറെ ഒരു റൈറ്ററെ കുറിച്ച് കിട്ടാനുമില്ല. അതിലയാളുടെ ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളെ കുറിച്ചുള്ള റെഫറൻസ് മൊത്തം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പോയിട്ട് ഒരു വർക്കിനെ കുറിച്ച് എന്തെങ്കിലും വേണം, ജസ്റ്റ് ആ വർക്കിന് അടിച്ചു കൊടുത്താൽ ഒരുപാട് വെബ്സൈറ്റിൽ സാധനങ്ങൾ വരും. ആ വെബ്സൈറ്റ് ഇപ്പോൾ വിക്കിപീഡിയ അടിച്ചാൽ വിക്കിപീഡിയ കറക്റ്റ് കാണിക്കും അതിലുള്ള എന്തൊക്കെയാണ് സംഭവം. വിക്കിപീഡിയ കുറച്ച് ഒതൻറ്റിക് വേണം, നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സോഴ്സുകൾ നമുക്കുണ്ട്. നമുക്ക് സോഴ്സ് ഇല്ലാതെ പ്രശ്നമല്ല, നമുക്ക് മെറ്റീരിയൽസ് ഇല്ലാതെ പ്രശ്നമല്ല. നമുക്ക് പഠിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ആദ്യം വേണം. എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ സാധനം കിട്ടുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടുമോ അല്ലെങ്കിൽ എന്നെ കൂടി സാധിക്കുമോ അല്ലെങ്കിൽ എന്നെ കൂടി സാധനം കഴിയോ എന്നൊക്കെ ചോദിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇതിനൊരു പുറത്ത് വരെ ഒരിക്കലും പോസിബിൾ അല്ല. ഞാൻ എപ്പോഴും ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് സ്കൂളാണ്. ഞാൻ എപ്പോഴും എൻ്റെ കൊളീഗ്സിനോട് പറഞ്ഞ കാര്യമാണ്, നമ്മൾ സേഫർ സോണിലല്ല. നമ്മൾ ഈ പ്രൈവറ്റ് സ്കൂളിൽ പറഞ്ഞാൽ നാളെ നിങ്ങൾ പൊയ്ക്കോന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി പോകേണ്ട അവസ്ഥയാണ് അല്ലേ? നമുക്കവിടെ നിൽക്കാൻ പറ്റുമോ? നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയ തെറ്റ് വന്നാൽ നമ്മൾ ഒഴിവാക്കും, നമ്മൾ ഡിസ്മിസ് ചെയ്യും. നമ്മൾ ജോബിന് സെക്യൂരിറ്റി ഇല്ല. ആ സെക്യൂരിറ്റി വേണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിച്ചൊരു ഗവൺമെൻറ് ജോലി വാങ്ങിച്ചാൽ നമുക്ക് സെക്യൂരിറ്റിയാണ്. നമ്മളവിടെ ഇറങ്ങി പോകാൻ പറയില്ല. അങ്ങനെ മെച്ചമുണ്ട്. പിന്നെ നല്ല സാലറി, പിന്നെ കുറച്ച് ഒരു നാട് പറയാൻ പറ്റുന്നൊരു ജോലിയാണ്. അതിനർത്ഥം ബാക്കി ജോലിയൊന്നും ഇൻഫീരിയർ നല്ല അതിനർത്ഥം. പക്ഷേ പ്രൈവറ്റ് സ്കൂളിലെ ജോലിയും ഗവൺമെൻറ് സ്കൂളിലെ ജോലിയും പറയുമ്പോൾ ഒരു മാറ്റം എന്തായാലും ഉണ്ട്. അതിലൊരു സംശയമില്ല ആ കാര്യത്തിൽ. കാരണം ഗവൺമെൻറ് സ്കൂളിൽ ഒരു ആകുമ്പോഴത്തേനും പഠിച്ച് വന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയൊരു ഗവൺമെൻറ് സ്കൂൾ ടീച്ചറാണ്, ഒരു എയ്ഡഡ് സ്കൂൾ ടീച്ചർ എന്ന് പറഞ്ഞാലും ഒരു മാറ്റമുണ്ട്. കാരണം എന്താണ്? എയ്ഡഡ് സ്കൂൾ ടീച്ചർ ആർക്കും ജോലി കിട്ടുന്ന സംഭവം. എയ്ഡഡ് സ്കൂളിൽ വേണമെങ്കിൽ നമ്മൾ പൈസ നമ്മൾ കയ്യിൽ ക്യാഷ് നമുക്ക് എന്ത് ചെയ്യാം, എയ്ഡഡ് സ്കൂളിൽ കയറാൻ പറ്റില്ലേ? അതിന് പഠിച്ചോ നിർബന്ധമൊന്നുമില്ല. അതിന് ജസ്റ്റ് ഒരു ഡിഗ്രിയും ബി എഡും നമുക്ക് ഗവൺമെൻറ് സ്കൂളിൽ നമുക്ക് പ്രൈവറ്റ് സ്കൂളിൽ എയ്ഡഡ് സ്കൂളിൽ എന്ത് ചെയ്യാം, ക്യാഷ് നമുക്ക് ജോലിക്ക് കയറാം. പക്ഷേ അങ്ങനെയല്ല ഗവൺമെൻറ് സ്കൂളിൽ കയറുന്ന ടീച്ചേഴ്സ്. ഗവൺമെൻറ് സ്കൂൾ ടീച്ചേഴ്സ് നല്ലോണം പണിയെടുത്ത് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജോലി വേണമെന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തുടങ്ങിക്കോളി, ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളി, നാളേക്ക് വെക്കണ്ട. നാളെ എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റം ഒഴിവാക്കുക, ഇന്നലെ തുടങ്ങുക. അതിനെന്തെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങൾ പഠിച്ചുമായിട്ട് നമുക്ക് കൊണ്ടുത്തരും. പിന്നെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതും ഇതിൻ്റെ ഒരു പാർട്ടാണെന്ന് അർത്ഥം. നമുക്കൊരു മെൻ്റൽ കുറച്ചും കൂടി ഒരു സ്റ്റെബിലിറ്റി നമുക്ക് വരും. മറ്റേ നമുക്ക് എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം പഠിച്ചു പിറ്റത്തെ ആഴ്ച നോക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ല, പഠിച്ചൊക്കെ മറന്നല്ലോ, ഞാൻ ഇപ്പോഴും നിർത്തനോട് കഴിയുന്ന പരിപാടിയല്ല, ഞാൻ പഠിച്ചൊക്കെ മറന്നു പോകണം. അങ്ങനെ വിചാരിച്ചതിന് അങ്ങനെ വിട്ടു പോകുന്നത് അങ്ങനെ പോലെ ഉണ്ടാവുള്ളൂ. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് ഈ സാധനത്തിൽ ഫോളോ ചെയ്ത് പോകാൻ കഴിയില്ല. അതൊക്കെ മറികടന്ന് എനിക്കിത് കിട്ടും എന്ന് വിചാരിച്ച് ഉള്ള ആളുകളുണ്ടാവും. അവർക്ക് ഈ സാധനം കിട്ടുള്ളൂ, അവർക്ക് ഈ സാധനം കിട്ടിയ ചരിത്രമുള്ളൂ. അല്ലാണ്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പഠിച്ച് ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒന്നും ടെക്സ്റ്റ് വായിക്കാൻ അല്ലെങ്കിൽ ഡീറ്റെയിൽ പഠിക്കാൻ പോയിട്ടില്ല. നമ്മൾ ജസ്റ്റ് എക്സാം തലേദിവസം ജസ്റ്റ് നോക്കി പോകും, എക്സാം എഴുതും പോരും, വാരി വലിച്ച് എഴുതും പോരും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതിന് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇറ്റ്സ് എ കോമ്പറ്റീറ്റീവ് എക്സാമാണ് സംഭവം. ആർക്കാണോ കൂടുതൽ മാർക്ക് അവൻ ജോലി നേടി ഓൻ പോവും. നമ്മൾ ബാക്കിലുള്ള നമ്മൾ ഒളിയും പിടിച്ചിരിക്കും, അത്രയേ ഉള്ളൂ. വായും പിടിച്ചിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മളെടുക്കുന്ന എഫേർട്ട്, നമ്മളെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിലെന്തുണ്ടാവുക, നമുക്കൊരു മുതൽക്കൂട്ടായി നിൽക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കുക, നല്ലപോലെ മാർക്ക് വാങ്ങിയിട്ട് നല്ലൊരു ലെവലിലെത്തുക, നല്ലൊരു ജോലി നാളെ എല്ലാവർക്കും വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു, അനുഗ്രഹിക്കാൻ ആളല്ല, ആശംസിക്കുന്നു. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നും പറയല്ലേ, നമുക്ക് പതുക്കെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പറഞ്ഞോ. പറഞ്ഞു. ഒന്നും കൂടെ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ പോയറ്റിനെ കുറിച്ചോ ഓതറെ കുറിച്ച് പറഞ്ഞതാ? ഓതർ റിലേറ്റഡ്
ആ അതാണോ പറയേണ്ടത് ഒന്നും കൂടെ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയറ്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇതിൽ ഒരുപാട് സമയം വിട്ടുപോയിട്ടുണ്ടാവും കേട്ടോ. കാരണം എനിക്ക് എല്ലാ ഓർമ്മകളും എൻ്റെ ഓർമ്മകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ തുടങ്ങേണ്ടത് ആദ്യം ഓതറുടെ പേര് എഴുതുക. പിന്നെ ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താ വെച്ചാൽ അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് ഇയർ ഓഫ് ബർത്ത് ആൻഡ് ഇയർ ഓഫ് ഡെത്ത്. അതുപോലെ അയാൾ മരിക്കാൻ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ എന്തെങ്കിലും റീസൺസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ നമ്മൾ ഷെല്ലി മരിച്ചത് എങ്ങനെയാണ്? കേട്ടൻ്റെ ഒരു എപ്പോഴും ചോദിച്ച ക്വസ്റ്റ്യൻ. ഷെല്ലി മരിക്കുന്നത് എങ്ങനെയാ? ബൈ ഡ്രൗണിങ്, മുങ്ങി മരിക്കുന്നതാണ് ഷെല്ലി അല്ലേ? കീറ്റ്സ് ആണെങ്കിലോ? കീറ്റ്സ് മരിക്കുന്നത് എങ്ങനെയാ? ട്യൂബർക്ലോസ് അല്ലേ? പിന്നെ ഓരോ പോയിന്റ്സിനും ഓരോ മരണകാരണങ്ങളുണ്ടാവും, അതും ഇങ്ങനെ നോട്ട് ചെയ്യണം. പിന്നെ അയാളുടെ ഇമ്പോർട്ടൻറ്റ് വർക്കുകൾ നോട്ട് ചെയ്യണം. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് വർക്കുകൾ. പിന്നെ ഇയാൾ വല്ല സിഡോണിംസ് എന്തെങ്കിലും ഉണ്ടോ അത് നോട്ട് ചെയ്യണം. അതേപോലെ പിന്നെ നോട്ട് ചെയ്യണം എന്താണ്, അയാളെ പറ്റി പറഞ്ഞ കമൻറ്റുകൾ ഉണ്ടാവും. കുറേ പോയിന്റിൽ ഒരുപാട് കമൻറ്റ്സ് പറഞ്ഞു. എല്ലാ കമൻറ്റും എഴുതി വെക്കണം കേട്ടോ. നമുക്ക് ഫേമസ് ആയ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കമൻറ്റ്സ് മാത്രം എഴുതി വെച്ചാൽ മതി. അതിന് ക്വസ്റ്റ്യൻ വരും, അല്ല പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കുറവാണ്. അതിൽ നിന്ന് വരുന്ന ആ കമൻറ്റുകൾ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഇതിലാരോ ഒരു ഓക്കെ. എല്ലാ കമൻസും എഴുതേണ്ട ആവശ്യം പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് കമൻറ്റുകൾ നമുക്ക് ഇതിൽ എഴുതേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മെയിൻ കമൻസുകൾ എഴുതി വെക്കുക. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്നത്, അത്ര ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്നത്, നമ്മളെല്ലാം ഡിഗ്രിയും പിജിയും ഇങ്ങനെ ആൾക്കാർ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്ന പോയിൻറ്റ്സും കൂടി ജസ്റ്റ് നോട്ട് ചെയ്യുക. ദെൻ അടുത്ത റൈറ്ററിലേക്ക് പോകുക. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഈ റെക്കോർഡ് വേർഷൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടാൽ മതി. നിങ്ങൾക്ക് ബാക്കി നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നതാണ് കേട്ടോ. വേറെ ഒന്നുമില്ലല്ലോ? ഓക്കെ, എനിക്ക് വേറെ ക്ലാസ് എടുക്കാൻ ടൈമായി. ഞാൻ സമയം 8:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ജോലി കിട്ടാൻ നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. സീ യു ദേർ. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ. താങ്ക് യു സർ.